നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹലോ മിസ്റ്റർ ജഗൻ, വെൽക്കം. നീ എന്തിനാ ഇവിടേക്ക് വന്നേ? വന്ദനയുടെ കുട്ടിയെ കാണാനില്ല. കുട്ടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇങ്ങോട്ടല്ലാതെ മറ്റെങ്ങോട്ടാ വന്ദന പോകേണ്ടത്? ഇത് അനാഥാലയൊന്നുമല്ല. ഇവളെ പോലെ ഗതികെട്ട ഒരു തെണ്ടിയുടെ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് പൊറപ്പിക്കാൻ ഇത് അനാഥാലയം അല്ലാന്ന്. ഗതികെട്ട കുട്ടിയെന്ന് ഉദ്ദേശിച്ചത് ദീമോളെയാണോ? ദീമോള് രാഖിയുടെ ഏട്ടന്റെ മകളാ. അല്ല, ദിയമോളെ അമ്മച്ചി ചമഞ്ഞു കൊണ്ടു നടക്കുന്ന നീ അടി ഗതികെട്ടവള്. ജഗന് ചരിത്രങ്ങളൊന്നും അറിയില്ല. ഇനി ചില സത്യങ്ങൾ ഞാൻ പറയുന്നത് ജഗൻ അറിയാൻ വേണ്ടിയാ. കൊല്ലപ്പെട്ട രാജീവ് എഴുതി വെച്ച വിൽപത്ര പ്രകാരം ഈ സ്വത്തിന്റെ എല്ലാം സൈനിങ് അതോറിറ്റി ഞാനായിരുന്നു. ആ അവകാശം ഞാൻ രാഖിക്ക് വിട്ടുകൊടുത്തു. അതിനു പകരം ദിയമോളെ സ്വന്തം മോളായിട്ട് വളർത്താനുള്ള അവകാശം രാഖി എന്റെ പേരിലും വ്യവസ്ഥ എഴുതി തന്നിട്ടുണ്ട്. ഈ സ്വത്തുക്കളെല്ലാം ഞാൻ രാഖിക്ക് ദാനം കൊടുത്തതാണ്. എന്റെ ഔദാര്യാണ്. ഇനി പറ, ആ ഔദാര്യം കാണിച്ച ഞാനാണോ അതോ അനുഭവിക്കുന്ന രാഖിയാണോ? ആരാണ് ഗതികെട്ടവള്? കുട്ടിയെ വളർത്താനുള്ള എല്ലാ അവകാശവും എന്റെ പേരിലുള്ളപ്പോ കുട്ടിയുടെ അവകാശി ഞാനാണോ അതോ ഇവളാണോ? കൊള്ളാം. ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഈ വന്ദന ഒരു മഹാസംഭവം തന്നെ അല്ലേ സാഗറേ? നിർത്ത്. ദിയമോൾ ഇവിടെ ഉണ്ടെന്നുള്ള ധാരണയിലല്ലേ ഇവൾ ഈ പ്രകടനമൊക്കെ നടത്തുന്നത്? ദിയമോളെ ആരും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ദിയമോൾ ഇവിടെ ഇല്ല. ദിയമോള് ഇവിടെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞതനുസരിച്ച് സാഗർ ദിയമോളെ തട്ടിക്കൊണ്ടു വന്നതാ. അവൾ ഈ വീട്ടിൽ തന്നെയുണ്ട്. അവളെ വിട്ടുതരാൻ എനിക്ക് മനസ്സില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.